പഞ്ചസ്ത്രീരത്നങ്ങളിൽ ഏറ്റവും ബുദ്ധിമതിയാണ് താര, വാനരരാജ്ഞി. താരയാണ് വാനരവംശത്തിന് മുഴുവൻ ഉപദേശം നൽകുന്നത്. അറിവും ബുദ്ധിയും യുക്തിയും സമന്വയിച്ച താര വിവേകമതിയും അനുനയപാഠവുമുള്ളവളാണ്. സുഗ്രീവനെ ഉപദ്രവിക്കരുതെന്ന് പലവട്ടം ബാലിയെ വിലക്കുന്നുണ്ട്. സീതാന്വേഷണ വേളയിൽ ഒരു വലിയ മഴ പെയ്യുന്നു. എങ്കിൽ മഴ കഴിഞ്ഞ് അന്വേഷണം തുടരാമെന്ന് സുഗ്രീവൻ തുടർന്നു. ആർത്തുല്ലസിച്ചിരിക്കുന്ന ഈ സമയം ലക്ഷ്മണൻ അതീവ കോപത്തോടെ സുഗ്രീവനെ വധിക്കാനെത്തുന്നു. എന്തും സംഭവിക്കാവുന്ന വേളയിൽ താരയാണ് ലക്ഷ്മണനെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കുന്നതും കർത്തവ്യബോധത്തെക്കുറിച്ച് സുഗ്രീവനെ ഓർമ്മപ്പെടുത്തുന്നതും. ബാലിവധത്തിനിടയിൽ അതിഭയങ്കരമായ യുദ്ധം ബാലിയും സുഗ്രീവനും നടത്തുന്നു. തിരിച്ചറിയാൻ പറ്റാത്ത അതിഭയങ്കരമായ യുദ്ധം തോറ്റുപോയ സുഗ്രീവൻ രാമന്റെ അഭിപ്രായമനുസരിച്ച് വീണ്ടും എത്തി ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നു. അതുകേട്ട താര ഭർത്താവിനെ ഉപദേശിക്കുന്നുണ്ട്. കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ താരയ്ക്ക് അസാമാന്യ കഴിവാണ്. വികാരത്തെ വിവേകം കൊണ്ട് കീഴടക്കണം. ബാലിയോട് താര വിശദമായി വീണ്ടും പറയുന്നു. അഗതന് ചാരന്മാരിൽ നിന്ന് ഒരു വിവരം ലഭിച്ചു. രാമലക്ഷ്മണന്മാർ സുഗ്രീവനുമായി ഒരു സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ആ പിൻബലത്തിലാണ് സുഗ്രീവൻ വീണ്ടും വന്ന് യുദ്ധത്തിന് വിളിക്കുന്നത്. രാമൻ മഹാവിഷ്ണുവിന് സമം ബലശാലിയാണ്. രാമന്റെ ശത്രുതയ്ക്ക് പാത്രമാകാതിരിക്കുന്നതാണ് നല്ലത്. സഹോദരനോടുള്ള ശത്രുത മറന്ന് സുഗ്രീവനെ ഭാര്യയുടെ പിൻഗാമിയായി അവരോധിക്കാനും രാമന്റെ മൈത്രി നേടാനും താര പറയുന്നു. മരണം അടുത്തെത്തിയതിനാൽ ബാലി ഈ ഉപദേശം ചെവിക്കൊണ്ടില്ല. സുഗ്രീവന്റെ അഹങ്കാരത്തിന് തക്ക ശിക്ഷ കൊടുക്കണമെന്നും എന്നാൽ രാമനും ഞാനുമായി യാതൊരു ശത്രുതയുമില്ലെന്നും ബാലി പറയുന്നു. അങ്ങനെ ബാലി സുഗ്രീവനുമായി വീണ്ടും യുദ്ധം നടത്തുകയും ശ്രീരാമൻ ബാലിയെ വധിക്കുകയും ചെയ്യുന്നു. ബാലിയുടെ മരണമറിഞ്ഞ താര അത്യന്തം ദുഃഖിതയായി ബാലിയുടെ സമീപത്തെത്തി. അഗതനെ രാജാവാക്കണമെന്ന മന്ത്രിമാരുടെ വാക്കിന് താരയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: എനിക്ക് രാജപദവിയിൽ തെല്ലും മോഹമില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ശേഷം സാമ്രാജ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും എനിക്കെന്തിനാണ്? ബാലിയുടെ സമീപത്തെത്തുന്ന രാമനോട് താര തന്റെ സങ്കടം പങ്കുവയ്ക്കുന്നു. താരയോട് ദുഃഖം കളയാൻ രാമൻ പറയുന്നു. ഈ ലോകത്തെ മുന്നോട്ടു നയിക്കുന്നത് കാലമാണ്. കാലത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ജീവികൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അപ്രതിരോധ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആരും വിലപിക്കുവാൻ പാടില്ല. അങ്ങേയറ്റം വിജ്ഞാനമുള്ളവളും കുശാഗ്രബുദ്ധിയുള്ളവളുമാണ് താര. അത്യന്തം ദുർഘടമായ ഏത് കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കുവാൻ അവൾക്കാകും. കാര്യകാര്യങ്ങൾ ശരിയായി വിലയിരുത്തുന്നവൾ. ഇതുതന്നെയാണ് പഞ്ചരത്നങ്ങളിൽ താരയ്ക്കുള്ള സ്ഥാനവും.